പാലക്കാട് നെല്ലിയാമ്പതിയിൽ ഇടമുറിയാത്ത മഴയാണ്. അതിശക്തമായ മഴ പെയ്യുന്നു. രാവിലെ മുതൽ ഇത് തന്നെയാണ് അവിടുത്തെ സാഹചര്യം. നെല്ലിയാമ്പതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. എപ്പോഴും അപകടകരമായ സ്ഥിതിയാണ് നെല്ലിയാമ്പതി മേഖലയിലും. മഴ പെയ്യുമ്പോൾ ആ പ്രദേശത്താകെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതാണ്. റോഡുകൾ ഒലിച്ചു പോകുന്ന സ്ഥിതി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴാറുണ്ട്. ദിവസങ്ങൾ ഈ അടുത്ത ഒരു 2 ആഴ്ച മുൻപ് തന്നെ ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങിയ അവസ്ഥ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിലും ഉണ്ടായിരുന്നു. അഞ്ച് മിനിറ്റ് കൊണ്ടാണ് കാലാവസ്ഥ മാറിയത്. ഇതാണ് കട്ടയ്ക്കുള്ള കോടമഞ്ഞിന്റെ അവസ്ഥ. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ശക്തമായ മഴ പെയ്യുന്നു. രാവിലെ മുതൽ അതിശക്തമായ മഴയാണ്. അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ 15 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു എന്ന സംഭവം കൂടി വരുന്നു. അലനല്ലൂർ ഭാഗത്ത് അതിശക്തമായി മഴ പെയ്യുന്നു. മന്ദംപൊട്ടി തോടിൽ വെള്ളം കയറിയതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അലനല്ലൂർ ഇടത്തനാട്ടുകര റൂട്ടിൽ കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറിയതോടെ കുറച്ചുനേരം ഇവിടെയും ഗതാഗതം തടസ്സപ്പെട്ടു. ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായി. ഗോകുൽ, ആദ്യം നെല്ലിയാമ്പതിയിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? നെല്ലിയാമ്പതിയിൽ ആദ്യം ശക്തമായ മഴ പെയ്തിരുന്നെങ്കിലും ഒരു 8 മണി സമയത്തൊക്കെ ശക്തമായ മഴ പെയ്തെങ്കിലും ഇപ്പോൾ സാധാരണ നിലയിലുള്ള മഴയാണ് പെയ്യുന്നതെന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. വളരെ പെട്ടെന്ന് രാവിലെ ആദ്യം വെയിലായിരുന്നു നെല്ലിയാമ്പതിയിലുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ഒരു 8:30-8 മണിയോടുകൂടി ശക്തമായ മഴ ആരംഭിച്ചു. ഇപ്പോൾ സാധാരണ നിലയിലുള്ള മഴയാണ് പെയ്യുന്നത്. അവിടെ ആശ്വാസകരമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നീട് വളരെ ശക്തമായ മഴ ഏകദേശം ഒരു 7 മണി മുതൽ 7:30 വരെ പെയ്തത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി ചുരത്തിൻ്റെ പകുതിയിൽ വെച്ച് ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ രൂപപ്പെടുകയും ഗതാഗതത്തെ ആകെ തന്നെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഏകദേശം ഒരു 15 മിനിറ്റോളം വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. അതിനുശേഷം വെള്ളം കുറയുകയും പിന്നീട് ഗതാഗതം സുഗമമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഈ അട്ടപ്പാടി മേഖലയിൽ ചുരത്തിലൊക്കെ വെള്ളം കയറുമ്പോൾ പിന്നീട് അത് വരുന്നത് അലനല്ലൂർ മേഖലയിലാണ്. ആ മേഖലയിലും ഇത്തരത്തിൽ വെള്ളം കയറി എടത്തനാട്ടുകരയിലുള്ള നിലമ്പതി പാലത്തിന് മുകളിലൂടെ വെള്ളം പോകുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഏകദേശം ഒരു അരമണിക്കൂർ സമയം മഴ മാറി നിന്നപ്പോൾ തന്നെ ഈ വെള്ളം പൂർണ്ണമായും തന്നെ ഒലിച്ചു പോയി. ഇപ്പോഴെവിടെയും ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ വെള്ളക്കെട്ട് എവിടെയും രൂപപ്പെട്ടതായ റിപ്പോർട്ടുകളില്ല. മഴ പല മേഖലയിലും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് മണ്ണാർക്കാട് പെയ്തിരുന്നു, ഇപ്പോൾ കുറഞ്ഞു. നെല്ലിയാമ്പതിയിൽ ഇപ്പോൾ പെയ്യുന്നുണ്ട്, അങ്ങനെ വടക്കഞ്ചേരിയിൽ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അങ്ങനെ പല മേഖലയിലും മഴ പെയ്യുകയും തോരുകയും ചെയ്യുന്നുണ്ട്. മറ്റേതായാലും തരത്തിലുള്ള ഏതെങ്കിലും അപകടങ്ങളോ വെള്ളക്കെട്ടുകളോ ഒന്നും തന്നെ ഇതുവരെയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരം. പാലക്കാട്ട് അതിശക്തമായ